ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സോയ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നല്ലൊരു നോൺ വെജ് ഫീല് തരുന്ന ഒരു വെജ് റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് സോയ ചങ്ക്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 മിനിറ്റ് ബോയിൽ ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെക്കാം. നന്നായി തണിഞ്ഞതിന് ശേഷം സോയ ചങ്ക്സ് ഒന്ന് നന്നായി പിഴിഞ്ഞെടുത്ത് വെക്കാം. മസാല റെഡിയാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. പെരിഞ്ജീരകം ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ പീസായി മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 മീഡിയം സൈസ് ഉള്ളി നേരിയ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ സവാള വഴറ്റി കിട്ടും. ബ്രൗൺ നിറമാകുന്നത് വരെ ഉള്ളി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. ഈ മസാലപ്പൊടികളെല്ലാം 1 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. മസാലപ്പൊടികളൊക്കെ എണ്ണയിലൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മൂടി വെച്ചിട്ട് ഇതൊന്ന് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില, ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കായാലും ദോശക്കായാലും ഈവൻ നെയ്ച്ചോറിൻ്റെ കൂടെ ആയാലും സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നോൺ വെജ് ഐറ്റത്തിൻ്റെ കൂടെ പിടിച്ചു നിൽക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.